ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം കേട്ടറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം സോഷ്യലിന് ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് അറിയാം. ആൻഷ്യൻ്റ് ഹിസ്റ്ററി, അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ മുതൽ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ മധ്യകാല ഇന്ത്യ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആധുനിക ഇന്ത്യ വരുന്നുണ്ട്. മാത്രമല്ല എക്കണോമിക്സിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരമായ കാര്യങ്ങൾ, എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെക്ടേഴ്സ്, പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം, ഇങ്ങനെയുള്ള മണി ആൻഡ് ബാങ്കിങ്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്സ് നോക്കിയാലും എലക്ഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു. പിന്നെ നമുക്ക് ജിയോഗ്രഫി ആണല്ലോ, വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യലിന് വരുന്ന ഏരിയകളാണ്. ഇതും 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, ചിലപ്പോൾ 10ാം ക്ലാസ് എന്ന് വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ PYQ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, ഏതാണ് കറക്റ്റ് ആവുക എന്ന് നോക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഏരിയ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസം ഇനി ക്ലാസ്സുകൾ കാണുമ്പോഴും മറ്റുള്ള നിങ്ങൾ സ്വന്തം ക്ലാസ്സുകൾ കാണുമ്പോഴൊക്കെ ഈ സോഷ്യലിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണെന്നാണ് ചോദിച്ചത്. അക്ഷാംശ രേഖ ഇത് വന്നിട്ടുള്ളത് ജോഗ്രഫിയിൽ നിന്നാണ്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് തുടങ്ങിയ ഭാഗങ്ങൾ 6ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലെ പാഠങ്ങളിൽ ഈ ചോദ്യമുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡാണ്. അവിടെ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നു. ഇപ്പൊ ഗ്ലോബ് വരയ്ക്കുന്നു അല്ലേ, ഇത് ഇങ്ങനെ വരയ്ക്കുന്നു, ഇത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയാം, കുത്തനെയുള്ള വരകൾ. എന്നാൽ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ലാറ്റിറ്റ്യൂഡ് എന്ന്. ഇത് ഓർക്കാനൊരു ഇതുണ്ട്. ഫ്ലാറ്റിറ്റ്യൂഡ് എന്നാണ്. ഫ്ലാറ്റ് നോക്കൂ, ഫ്ലാറ്റ് ആയിട്ട് വരുന്നത് ലാറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പൊ ഫ്ലാറ്റിറ്റ്യൂഡ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെൻട്രൽ 0 ഡിഗ്രി ഉള്ളതാണ് ഏറ്റവും വലുത്. എന്നാൽ മുകളിലേക്ക് പോകുന്തോറും അതിന്റെ വലിപ്പം കുറയുന്നു. കണ്ടോ, ഇതിനെ മുകളിലേക്ക് പോകുമ്പോൾ വലിപ്പം കുറയുന്നു. അവസാനം നോർത്ത് പോൾ, ഇവിടെ പോൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? ഇക്വേറ്റർ ആണോ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ, ദ ആർട്ടിക് സർക്കിൾ ആണോ? ഏതാണ്? അത് ഇക്വേറ്റർ ആണ് അല്ലേ, ഇക്വേറ്റർ ആണ്. അപ്പൊ ഇത് ഞാൻ ബാക്കിയുള്ളത് കൂടി പറഞ്ഞുതരാം. താഴെ ഭാഗത്ത് ഇത് മുകളിലുള്ള 23.5 ഡിഗ്രി നോർത്തിൽ വരുന്നതാണ് എന്ത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ, സോറി, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ, കാപ്രിക്കോൺ. അത് സോറി, ഞാൻ ഇവിടെ ഉത്തരായന രേഖ, അത് തന്നെ കറക്റ്റ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, മാറിപ്പോയതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ദക്ഷിണായന രേഖയുടെ പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് വരുന്നത് നോക്കൂ 23.5 ഡിഗ്രി സൗത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് അല്ലെ, മുകളിൽ വരുന്നതാണ് 66 ഡിഗ്രി. ഇവിടെ കണ്ടോ മുകളിൽ, ഇത് ആർട്ടിക് സർക്കിള്. അതുപോലെ അടിയിൽ ഏറ്റവും ദക്ഷിണ ഭാഗത്ത് വരുന്നതാണ് എന്ത്? 66 ഡിഗ്രി സൗത്തിൽ വരുന്നതാണ് എന്ത്? അന്റാർട്ടിക് സർക്കിൾ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ? ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഭാഗത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, 23.5 ഡിഗ്രി നോർത്തിൽ വരുന്ന ഏതാണ്? അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, ഉത്തരായന രേഖയാണെന്ന് പറയാൻ പറ്റൂലേ? അങ്ങനെയാണ് ഞാൻ ഒരു ഏരിയകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സാമിന് അത് ഉപകാരപ്പെടണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ അല്ലേ? എന്നെ ഫോളോ ചെയ്യൂലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഭൗമസമാന ഗ്രഹമല്ലാത്തത്. അപ്പൊ ഗ്രഹങ്ങൾ സോളാർ സിസ്റ്റത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഭൗമസമാനം നോക്കൂ, ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഏതാണ് വരാത്തത്? അത് ജൂപ്പിറ്റർ ആണ്. നമുക്കറിയാം അല്ലേ, ബുധൻ എന്ന് പറയുന്നു. അതുപോലെ അതായത് മെർക്കുറി വരുന്നു, പിന്നെ ശുക്രൻ വരുന്നു, ശുക്രൻ വരുന്നു. പിന്നെ നോക്കൂ, ചൊവ്വ വരുന്നു, ചൊവ്വ വരുന്നു. പിന്നെ അല്ലേ, പിന്നെയാണ് ഭൂമി വരുന്നത്, ഭൂമി. അപ്പൊ ഈ ഇതുണ്ടല്ലോ, ആദ്യത്തെ സൂര്യനോട് അടുത്ത ഭാഗത്തുള്ള ഗ്രഹങ്ങൾ, അതാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയാം. എന്നാൽ അതിനപ്പുറമാണ് ജൂപ്പിറ്റർ വരുന്നത് അല്ലേ.
ഓക്കെ, സോളാർ സിസ്റ്റത്തിൽ നിന്ന് വന്ന ചോദ്യം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്, അത് വേൾഡ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO അത് എന്നാണ്? 1995 അതിന് മുമ്പ് ഗാറ്റ്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗാറ്റ്, അതിന് ശേഷമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത്. അതുപോലെ തന്നെ ബ്രെട്ടൺ വുഡ് അല്ലെ, വേൾഡ് IMF വരുന്നതും അല്ലെ, IMF ഒരുമിച്ച് വരുന്നതാണല്ലോ IMF അല്ലെ, IMF ഇന്റർനാഷണൽ മോണിറ്ററി, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ജോഗ്രഫിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ജോഗ്രഫി ചോദിക്കുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. അതിൽ കൊടുമുടികൾ പറയുന്നുണ്ട്. നമുക്കറിയാം വെസ്റ്റേൺ ഘട്ട് കേരളത്തിലൂടെ കടന്നു പോകുന്നല്ലേ. സോ ഏറ്റവും ഹയസ്റ്റ് പീക്ക് വരുന്നത് ദൊദ്ദബേട്ട, പൊന്മുടി, അഗസ്ത്യമുടി, ആനമുടി. ഏതാണ്? ആനമുടി. ഇതിൽ ദൊദ്ദബേട്ട ഒന്ന് നോക്കി വെക്കണം. എന്താണ് ദൊദ്ദബേട്ട? അത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയില്ല, അതുപോലെ ഈസ്റ്റേൺ ഘട്ടിൽ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് എന്ത്? ദൊദ്ദബേട്ട, ഈസ്റ്റേൺ ഘട്ട്. നമുക്ക് ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ ഈ കേരളം, അതിന് മുകളിൽ കർണാടക അല്ലെ, ഇങ്ങനെ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ട്. അതുപോലെ ഇവിടെ ഇതാണ് ഈസ്റ്റേൺ ഘട്ട്. ഈസ്റ്റേൺ ഘട്ട്. ഇനി ഇതിൽ പർവ്വതവുമായി ബന്ധപ്പെട്ട് ഹിമാലയ, ഇന്നലെ നമ്മൾ സോഷ്യൽ ഡിസ്കസ് ചെയ്തില്ലേ, ഹിമാലയൻ പർവ്വത നിര. ഹിമാലയൻ എന്ന ഭാഗത്ത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അതുപോലെ പൂർവാചൽ എന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ എന്താ പറയാ, ഈ ഭാഗത്ത് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള പർവ്വത നിര അരുണാചൽ പ്രദേശിന്റെ അല്ലെ, ഹിമാലയം കഴിഞ്ഞാൽ അതിന് താഴ് ഭാഗത്തേക്ക് വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ റിലീഫിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, അത് സിലബസിലുള്ളതാണ്. നെക്സ്റ്റ്, മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയുടെ പേര്. ഞാൻ പറഞ്ഞില്ലേ, ഹാരപ്പൻ പോലെ തന്നെ ഓരോ സിവിലൈസേഷൻ ചോദിക്കുന്നുണ്ട്, മെസോപ്പൊട്ടേമിയ ചോദിക്കുന്നുണ്ട്. അതിൽ ഏത് നദിയാണ് അതുമായി ബന്ധപ്പെട്ടത്? നൈൽ നദി, ഹൊയാങ്ഹോ, സിന്ധു നദി, യൂഫ്രട്ടീസ്. ഏതാണ്? അതെ, യൂഫ്രട്ടീസ് എന്നുള്ളതാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഒരു പ്രത്യേകത, 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് പറയുന്നത്. 2 നദി അല്ലെ, 2 നദികൾക്കിടയിലെ പ്രദേശം. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ആണല്ലോ. നൈൽ നദി ഏതുമായി ബന്ധപ്പെട്ടതാ? ഈജിപ്ത്. ഇപ്പോൾ തന്നെ പഠിച്ചോ, ഈജിപ്ത്. അതുപോലെ തന്നെ ഹൊയാങ്ഹോ, ചൈനീസ്. ഇൻഡസ്, ഹാരപ്പയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുണ്ടറ വിളംബരം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായി? കേരള ഹിസ്റ്ററിയാണ്. പാലിയത്തച്ഛൻ, പഴശ്ശിരാജ, സ്വാതി തിരുനാൾ, വേലുത്തമ്പി. ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഇതിൽ പാലിയത്തച്ഛൻ ആരുമായി ബന്ധപ്പെട്ടാണ്? കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി. ചോദ്യമാണ് കേട്ടോ, ചോദ്യം. നെക്സ്റ്റ്, പഴശ്ശിരാജ നമുക്കറിയാം മലബാർ മേഖലയിൽ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശിരാജയുടെ ഒരു പ്രത്യേകത പറയുന്നത്, അദ്ദേഹം കൊട്യോട്ട് രാജ എന്ന് ബ്രിട്ടീഷ് രേഖകളുണ്ട്. അതുപോലെ കോട്ടയം രാജ്യത്തിന്റെ രാജാവ് അല്ലെ, കോട്ടയം രാജ്യം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കോട്ടയാന്ന് വിചാരിക്കരുത്, അത് മലബാറിലെ കോട്ടയമാണ്. അതിന്റെ രാജാവാണ് പഴശ്ശിരാജ. പിന്നെ സ്വാതി തിരുനാൾ തിരുവിതാംകൂർ രാജാവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിജയനഗര സാമ്രാജ്യം, അത് ഹിസ്റ്ററിയിൽ നിന്നാണ്, മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ആരാണ് സ്ഥാപിച്ചത്? ഹരിഹരനും ബുക്കനും, ബാബറും അക്ബറും, ശിവാജി, ബാലാജി, വിശ്വനാഥ്, രാജരാജനും രാജേന്ദ്രനും. ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഓക്കെ, ഇതിൽ എന്താ പറയാ, നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൽ പ്രധാനപ്പെട്ട ആളുകളുണ്ടല്ലോ. കൃഷ്ണദേവരായ, അദ്ദേഹത്തിന്റെ തുളുവ ഡൈനാസ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ബാബർ അക്ബർ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ശിവാജിയുടെ മറാഠ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പിന്നെ രാജേന്ദ്ര ചോളൻ, ഇത് നമ്മൾ പ്രത്യേകം ജസ്റ്റ് നോക്കുക, തഞ്ചാവൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് നോക്കൂ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇതിലെ അവസാനത്തെ ചോദ്യമാണ്, അല്ല അതിന് മുമ്പത്തെ ചോദ്യം. ദത്തവകാശ നിരോധന നിയമം അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഇതാരാണ്? നമുക്കറിയാം, വില്യം ബെന്റിക്, ഡൽഹൌസി, വെല്ലസ്ലി, അതുപോലെ ഹെൻറി ഹാർഡിഞ്ച്. ആരാണ്? അത് ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത്. വളരെ വില്യം ബെന്റിക് ഒക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിൽ നിന്ന് വന്ന ചോദ്യങ്ങളാട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ കാണിക്കുന്നതിനായി IUCN തയ്യാറാക്കുന്ന പട്ടികയാണ് ഇത്. ഗ്രീൻ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്. ഇതിൽ ഓപ്ഷനിൽ 3ാമത് അല്ലെ,
ഓപ്ഷൻ സി വരുന്നത് റെഡ് ലിസ്റ്റ് കേട്ടോ, റെഡ് ലിസ്റ്റ്. അതുപോലെ തന്നെ ഡി വരുന്നത് യെല്ലോ 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 ബുക്ക്. റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ റെഡ് ബുക്ക് കേട്ടോ, അല്ലെങ്കിൽ ബുക്ക്, അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ റെഡ് ബുക്കാണ് ഇവിടെ കറക്റ്റ് വരുന്നത്. സോ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ കാണിക്കുന്നതിന് IUCN തയ്യാറാക്കുന്ന പട്ടികയാണ് റെഡ് ബുക്ക് എന്ന് പറയുന്നത്. സോ 10 ചോദ്യങ്ങൾ പറഞ്ഞു ഞാൻ. അതിൻ്റെ ഏരിയകളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നു. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ സെയിം ആവർത്തിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആവർത്തിക്കും ആവർത്തിക്കാതിരിക്കും, പക്ഷെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്